നമുക്കൊരു നാടൻ മാങ്ങാച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടി ഇന്നലെ കാറ്റിലും മഴയത്തും കുറെ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കി നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു 1/2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി തുടച്ച് ചെറുതായി അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് ഒരു 1/2 മണിക്കൂർ തിരുമ്മി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നതാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം അതും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങളെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ, കാരണം പൊടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും വറുത്ത് പൊടിച്ചത് ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനൊരു 3/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ആ ഷോട്ട് ഈ വീഡിയോയിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറന്നു പോവാതെ ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഉപ്പിട്ട് തിരുമ്മി വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. നമുക്ക് ഈ സമയം ഉപ്പ് പാകമാണോ എന്ന് നോക്കാവുന്നതാണ്. എൻ്റെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങാച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.